അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതായിരുന്നു, സിഹറിൻ്റെ 7 അടയാളങ്ങളെപ്പറ്റി. പിന്നെ ഇൻഷാ അല്ലാഹ് 3 വിഭാഗം ആളുകൾ, നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ള 3 വിഭാഗം ആളുകളെയും കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ കമൻറ്റിലൂടെ ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനാ വസിയ്യത്ത് നടത്തിയിട്ടുണ്ട്. തങ്ങളെ ദുആ ചെയ്യണേ. കുറേ പ്രയാസങ്ങളുള്ളവർ, പ്രതിസന്ധികളുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ എല്ലാവരും പറയുന്നത് ദുആ ചെയ്യണേ, തങ്ങളെ ദുആ ചെയ്യണേ. അള്ളാഹുവെ, അവരുടെ ചെറുതും വലുതുമായ എന്തെല്ലാമാണോ ഉദ്ദേശ്യങ്ങൾ നിനക്കറിയാമല്ലോ തമ്പുരാനെ. അള്ളാഹുവെ, നീ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അള്ളാഹുവെ, രോഗങ്ങളെ തൊട്ട്, നമ്മളെ വീഡിയോ കാണുന്ന പലർക്കും രോഗങ്ങളാണ് തമ്പുരാനെ. അള്ളാഹുവെ, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി നൽകല്ലേ തമ്പുരാനെ. പൈശാചികമായ ഷർറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ വീഡിയോ കണ്ടവരുണ്ട്. അള്ളാഹുവെ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവേ, നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. നീ സലാമത്തിൻ്റെ കവാടം അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സിഹർ, കണ്ണേർ ഉള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ്. അൽ ഐനു ഹഖുൻ, കണ്ണീർ സത്യമാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സമുദായങ്ങളിൽ സിഹർ ബാധയുണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ഏറ്റത് ആരാണ് ചെയ്തത്, അതിൻ്റെ ഉള്ള വിശദമായ ചരിത്രം കഴിഞ്ഞ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ സിഹർ എന്നുള്ളത് സത്യമാണ്. അള്ളാഹുവിൽ നിന്നുള്ള നല്ലതും നന്മയും തിന്മയുമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അവസാനത്തെ കാര്യമാണ് നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കൽ. നമുക്കൊരു നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിൽ നിന്നാണ്. നമുക്ക് മറിച്ചൊരു തിന്മയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതും പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്. ഇത് രണ്ടും നമ്മൾ വിശ്വസിക്കണം. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു നന്മ, നമുക്കൊരു വീടുണ്ടായി, അല്ലെങ്കിൽ നമുക്കൊരു കാറുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് സമ്പത്തുണ്ടായി, നമ്മളെ ബിസിനസ്സിൽ നമുക്കൊരു വൻ വിജയമുണ്ടായി, അതും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടായി, മറിച്ച് നമുക്ക് എന്ത് തൊട്ടാലും നമുക്ക് നഷ്ടം, സിഹർ പോലത്തുള്ള മാരണങ്ങൾ നമ്മൾ തേടി വരുന്നു, അതും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് രണ്ടും നമ്മൾ വിശ്വസിക്കണം. അത് നമ്മളുടെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഈ മാരണം ചെയ്യൽ, സിഹർ ചെയ്യൽ, കൂടോത്രം ചെയ്യൽ, പല പേരുകളാണ് ഇതിനുള്ളത്. അതൊരാൾ വ്യക്തിക്ക് ചെയ്യാം, നമ്മളെ കച്ചവടത്തിന് ചെയ്യാം, നമ്മളെ ബിൽഡിങ്ങിന് ചെയ്യാം, നമ്മളെ എന്തിനും, നമ്മളിൽപ്പെട്ട എന്തിനും ചെയ്യാം. നമ്മളിലുള്ള അസൂയാലുക്കളാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ വളർച്ചയിൽ അസൂയ മൂത്തവരാണ് ഈ മാരണം ചെയ്യുന്നത്. 90% നമ്മൾ ബന്ധപ്പെട്ടവരും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. എൻ്റെ അടുത്തേക്ക് വരുന്ന 90%, ഞാൻ കേൾക്കുന്ന, എന്നോട് പറയുന്ന 90% കുടുംബക്കാരും അവരുടെ ബന്ധുക്കളും അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ ചെയ്യുന്നതാണ് അസൂയമൂത്തിട്ട്. അവൻ്റെ വളർച്ചയിൽ അസൂയമൂത്ത് ചെയ്യുന്നതാണ് ഈ സിഹർ, മാരണം ചെയ്യൽ. വൻ പാപമാണ്. സബഉൽ മൂബിഖാത്തിൽപ്പെട്ട വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് സിഹർ ചെയ്യൽ. അതിന് കൂട്ടുനിൽക്കലും, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ അതിന് കൂട്ടുനിൽക്കലും
അത് ചെയ്യലും അത് ചെയ്യിപ്പിക്കലും വൻ പാപം തന്നെയാണ്. സിഹർ ഒരാൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ ശരീരം അതിനുള്ള അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരിക. ഒരാൾക്ക് സിഹർ ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ സയ്യിദന്മാർ, നമ്മളെ തങ്ങന്മാർ, ആലിമീങ്ങളുടെ അടുത്തേക്കൊക്കെ മണ്ടിച്ചെല്ലും, ഓടിച്ചെല്ലും. പക്ഷേ നമുക്കുള്ള സിഹർ തരുന്ന ലക്ഷണങ്ങളുണ്ട്. ഒരു 8 ലക്ഷണങ്ങളാണ് നമ്മൾ സിഹർ നമുക്ക് ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെന്ന് അറിയിക്കുന്ന 8 ലക്ഷണങ്ങൾ. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് അല്ലാഹു നല്ലത് കേൾക്കാനും നല്ലത് ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമത്തെ ലക്ഷണം ക്ഷീണമാണ്, അമിതമായ ക്ഷീണം. സിഹർ ഉണ്ടെന്ന് ഒരാളുടെ ശരീരം കാട്ടുന്ന ലക്ഷണങ്ങളിൽ ഒന്നാമത്തത് അമിതമായ ക്ഷീണം. നമ്മളെ ശരീരം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, ബ്ലഡ് ചെക്ക് ചെയ്യും, പ്രഷർ ഉണ്ടോ നോക്കും, ഷുഗർ ഉണ്ടോ നോക്കും, പക്ഷെ ഒന്നുമില്ല, നോർമലാണ്, എല്ലാം നോർമലാണ്. പക്ഷേ എന്നാലും ഒരു ക്ഷീണം, ഉറങ്ങാൻ തോന്നുക, പക്ഷെ ഉറങ്ങിയിട്ടാണെങ്കിൽ ഉറക്കം വരുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ക്ഷീണം നമ്മളെ ശരീരത്തിലുണ്ടെങ്കിൽ അവൻ്റെ മേൽ സിഹർ മാരണം ഏറ്റിട്ടുണ്ട്. അവനിൽ അസൂയ മൂത്ത ആരോ അവനിൽ സിഹർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി ശരീരം കാണിക്കുന്നത് ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കാൻ തോന്നുക, തനിച്ചിരിക്കാൻ തോന്നുക. എല്ലാവരുമായി സംസാരിക്കുന്ന ആളായിരിക്കും ആദ്യകാലങ്ങളിൽ, അല്ലെങ്കിൽ എല്ലാവരുമായി കൂട്ടമായി ഇരിക്കുന്ന ആളായിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ വേർതിരിഞ്ഞ് അവൻ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കാൻ തോന്നുക, ഏകാന്തതയായിട്ട്. അവന് പലതും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുക. അത് സിഹറിൻ്റെ ഒരു അടയാളമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നു ഉറക്കമില്ലായ്മ. നമ്മൾ ഉറങ്ങാൻ കിടക്കും, രാത്രി ഉറങ്ങാനൊക്കെ കിടന്ന്, നല്ലപോലെ ഉറങ്ങാനൊക്കെ കിടന്ന്, സാധാ പോലെ ഉറങ്ങാനൊക്കെ കിടന്ന്, പക്ഷേ ഉറക്കം കിട്ടണില്ല. തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും പലതിങ്ങനെ ആലോചിച്ചിട്ടും ഉറക്കം കണ്ട് കിട്ടുന്നില്ല. ക്ഷീണമുണ്ട്, ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്, പക്ഷേ ഉറങ്ങാൻ സാധിക്കുന്നില്ല. തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇത് സിഹറിൻ്റെ മൂന്നാമത്തെ ലക്ഷണമാണ്. നാലാമതായിട്ടുള്ള ലക്ഷണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാം, ഭീകരമായ സ്വപ്നങ്ങൾ. നെട്ടി ഉണരും. ഉറക്കത്തിൽ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാം. മഹാന്മാർ പറയുന്നു നാലാമതായിട്ടുള്ള ലക്ഷണം. അഞ്ചാമതായിട്ടുള്ള ലക്ഷണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു സംസാരത്തിലുള്ള പ്രശ്നം. സംസാരിക്കാൻ അങ്ങ് കിട്ടുന്നില്ല. നല്ല സംസാരിച്ച ആളായിരിക്കും, പക്ഷേ സംസാരത്തിലൊരു വിക്കൽ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സംസാരിക്കുക. ആരുമില്ലാത്ത സമയത്ത് വെറുതെ ഇങ്ങനെ വായിൽ നിന്ന് സംസാരങ്ങൾ ഇങ്ങനെ വെറുതെ ഉരവിട്ട് പോരുക. അതും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. പിന്നെ നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം, അമിതമായ ദേഷ്യം, അവനിൽ നിന്ന് അമിതമായ ദേഷ്യമുണ്ടാകുക, ഇതൊക്കെ സിഹറിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ട. ആറാമതായിട്ടുള്ള ലക്ഷണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അമിതമായി കോട്ടുവായിടുക. അമിതമായിട്ട് കോട്ടുവായി ഇങ്ങനെ ഇടുക. ക്ഷീണമില്ല എങ്കിലോ ക്ഷീണമുണ്ടേനും, പക്ഷേ അമിതമായി ഇങ്ങനെ കോട്ടുവായി ഇങ്ങനെ ഇടുക. ഉറക്കം വരുന്നുണ്ടോ, പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാവും. ക്ഷീണം ഉണ്ടായി സാധാരണ കോട്ടുവായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായി നമ്മളൊന്ന് കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോവും. പക്ഷെ അതല്ല, കോട്ടുവായി ഇങ്ങനെ ധാരാളമായി കോട്ടുവായി ഇങ്ങനെ ഇടുക. ഇത് ശൈത്താൻ്റെ ഒരു ഷെറിൽപ്പെട്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ശാരീരികമായ വേദനകൾ, ശരീരം ഇങ്ങനെ വേദന. ഹോസ്പിറ്റലിൽ പോയാലോ ഒരു പ്രശ്നവുമില്ല, ഊരവേദന, കാലുവേദന, കുറേ ആളുകൾ പറയാറുണ്ട് തങ്ങളെ ഊരവേദന. കുറേ ഹോസ്പിറ്റലിൽ പോയി, പക്ഷേ ഒരു രക്ഷയില്ല. അവിടെ നിന്നൊക്കെ പറയുന്നു ഒരു കുഴപ്പമൊന്നുമില്ല, സ്കാനിങ് ചെയ്തു, ഒരു പ്രശ്നമില്ല. കാലിന് സ്കാനിങ് ചെയ്തു, തലവേദന, തല സ്കാനിങ് ചെയ്തു, പക്ഷേ ഒരു കുഴപ്പമില്ല, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അമിതമായ വേദന, ജോലിക്ക് പോകുമ്പോൾ അമിതമായ വേദന. എട്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അമിതമായ മടി. എല്ലാത്തിനൊരു മടി, ജോലിക്ക് പോകാനും, ജോലിക്കിങ്ങനെ ഇറങ്ങും, പക്ഷേ എന്താണെന്നറിയില്ല, ഒരു മടി. അപ്പം നമുക്ക് ചിന്തിക്കാം, നമുക്ക് ആരെയോ സിഹർ ചെയ്തിട്ടുണ്ട്, മാരണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിന് സിഹർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇബാദത്തിന് മടി, നിസ്കരിക്കാൻ നിൽക്കുമെല്ലാം ചെയ്യും, ഒളുവൊക്കെ ചെയ്യും, പക്ഷെ നിസ്കരിക്കാനിരിക്കുമ്പോൾ നല്ല മടി, നിസ്കരിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോൾ നല്ല മടി വരിക, നിസ്കരിക്കാൻ ചിന്തിക്കുമ്പോഴേക്കും മടി ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വരിക. നല്ല നിസ്കരിക്കുന്ന നല്ല ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനായിരിക്കും, പക്ഷേ ഈ സിഹർ ഏറ്റ് കഴിഞ്ഞാൽ അവനക്ക് നിസ്കരിക്കാനൊക്കെ ഒരു മടി ഇങ്ങനെ തോന്നുക. അവൻ്റെ മേലിലും സിഹർ മാരണമേറ്റിട്ടുണ്ട്, അവൻക്കാരോ സിഹർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ലക്ഷണങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇതിനും മേലെ ലക്ഷണങ്ങളുണ്ട്, ഇനിയും കുറേ ലക്ഷണങ്ങളുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു 8 ലക്ഷണമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് ഇനി സാധ്യതയുള്ള ആളുകൾ, നമുക്ക് ആരാണ് നമ്മൾ സിഹർ ചെയ്യൽ, ഏതൊക്കെ വിഭാഗം ആളുകളാണ് നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ളത്, ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ധാരാളമായി നമ്മളെ കുറ്റം പറഞ്ഞ് എപ്പം നോക്കിയാലും നമ്മളെ കുറ്റവും കുറവും അവനക്ക് പറയാനുള്ളൂ, നമ്മളെ കുറ്റവും കുറവും മാത്രമേ അവനക്ക് കാണാനുള്ളൂ, പറയാനുള്ളൂ. എന്ത് കണ്ടാലും നമ്മളൊരു വാഹനം വാങ്ങി അല്ലെങ്കിൽ നമ്മളൊരു വീട് വാങ്ങി എന്നും അതിനും കുറ്റം, എല്ലാത്തിനും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ. അവർ നമ്മളെ ഉയർച്ചയിൽ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കുറ്റം പറയുന്നതിൻ്റെ കാരണം നമ്മളെ ഉയർച്ചയിൽ, നമ്മളെ വളർച്ചയിൽ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നമ്മളെ പുകഴ്ത്തുകയും, നമ്മളുള്ള സമയത്ത് നമ്മളെ പുകഴ്ത്തി പറയും, ഇല്ലാത്ത സമയം വന്നാൽ നമ്മളെ ഇകഴ്ത്തി പറയുന്ന ആളുകൾ. ഉള്ള സമയം വന്നാൽ അങ്ങനെയാണ്, അവൻ എന്താണ് എടാ നീ നല്ല ആളാണ്, അങ്ങനെയൊക്കെ നല്ല നമ്മളങ്ങനെ സോപ്പിട്ട് നല്ല മയക്കി പറയും. അവനങ്ങ് ഇല്ലാത്ത സമയത്ത്, നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവരോട് അവൻ പറയും, നമ്മളെ കുറ്റം തന്നെ പറയാനുള്ളൂ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റം പറയുന്ന ആളുകൾ. നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറ്റം പറയുകയും ഉള്ള സമയത്ത് നമ്മളങ്ങനെ പൊക്കി അടിച്ച് പറയുന്ന ആളുകളുണ്ടാകും. അവർ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ സിഹർ ചെയ്യുമെന്നല്ല പറയുന്നത്, അവർ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ആളുകൾ നമുക്ക് സിഹർ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, അവർ നമുക്ക് സിഹർ ചെയ്യാൻ, നമുക്ക് മാരണം ചെയ്യാൻ, നമ്മളെ താഴ്ചയിൽ, നമ്മളെ വീഴ്ചയിൽ കാത്തിരിക്കുന്ന ആളുകളാണ് അവർ. നമ്മളെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്ന ആളുകളാണ് അവർ. അവർ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ടുള്ള സാധ്യതയുള്ള ആള് നമ്മളെപ്പറ്റി ഇങ്ങനെ ചികഞ്ഞ് അന്വേഷിക്കുക. നമ്മളെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുക. അവനക്കൊന്നറിഞ്ഞാൽ പോരാ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറോ എന്തെങ്കിലുമൊക്കെ വീട് എടുക്കുന്നുണ്ട്, എവിടെയാണ് വീട് എടുക്കുന്നത്, എവിടെയാണ്, അങ്ങനെയാണ് വീട് എടുക്കുന്നത്, ഏത് സ്ഥലത്താണ് എടുക്കുന്നത്, എത്ര സ്ക്വയർ ഫീറ്റാണ്, അത്ര എന്തെങ്ങനെയാണ്, അങ്ങനെ ചികഞ്ഞ് അന്വേഷിക്കുന്ന ആളുകളുണ്ടാകും. അല്ലാതെ നല്ല കാര്യങ്ങളിൽ അന്വേഷിക്കുന്ന ആളുകളുണ്ടാവും. എന്താണ്, എങ്ങനെയാണ് വീട്, എങ്ങനെയാണ് മറ്റേതാണ് മറിച്ച്, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളിൽ ഇങ്ങനെ അന്വേഷിക്കുന്ന ആളുകളുണ്ടാവും. അതല്ല, മറിച്ച് ചികഞ്ഞ് അന്വേഷിക്കാം. ചോദിച്ചതന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ച് ഇങ്ങനെ പോകുന്ന ആളുകൾ നമ്മൾ അവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരും നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട്. അള്ളാഹു ഇവരെ തൊട്ടെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ സിഹർ കണ്ണീറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെയും കുടുംബത്തിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുറേ ആളുകളുണ്ട് പ്രയാസപ്പെട്ട് സിഹർ ചെയ്ത് മറ്റുള്ളവൻ അവൻ്റെ താഴ്ചയ്ക്ക് വേണ്ടി സിഹർ ചെയ്ത് ഒപ്പം നടക്കുന്ന ആളുകൾ പോലും സിഹർ ചെയ്യുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ തെറ്റുകൾ, ഇതിൻ്റെ കുറ്റങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ മാരകമായൊരവസ്ഥ, ഭീകരമായൊരവസ്ഥ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല. അവൻ്റെ താഴ്ചയാണ്, അവൻ്റെ അധപ്പതനമാണ് അവൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മറ്റുള്ളതൊന്നും നോക്കുന്നില്ല. ഇതിൻ്റെ മറ്റുള്ള ഫലങ്ങളോ ഇത് ചെയ്താൽ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങളോ ഒന്നും അവൻ ചിന്തിക്കുന്നില്ല. ഇവൻ്റെ അധപ്പതനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എത്രയോ ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ, അവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ സിഹർ ചെയ്യുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ധാരാളം ആളുകൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോയിലും ഉസ്താദെ തങ്ങളെ ദുആ ചെയ്യണേ എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, എന്താണോ അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിനക്കറിയാമല്ല തമ്പുരാനെ. അല്ലാഹുവേ, ചെറുതും വലുതുമായ എല്ലാ സകലമായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ ഹസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ജോലിയിൽ അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ആക്സിഡൻറ്റ്, അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിനെയും ഞങ്ങളെ കൂട്ടുകാരെയും നീ രക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഖൈറിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹുവേ, നെറ്റിത്തടം ഉയർത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെക്കൊണ്ട് അല്ലാഹുവെ മറ്റുള്ളവർക്കൊരു ഭാരമാക്കല്ലേ ഞങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ഭാരമാക്കല്ലേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിൻ്റെ സ്വർഗം ഞങ്ങൾക്ക് ചോദിച്ചു വാങ്ങാൻ അർഹതയില്ല തമ്പുരാനെ. നിൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹുവെ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവെ നൽകണേ തമ്പുരാനെ. അല്ലാഹുവെ നൽകണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ. അസ്സലാമു അലൈക്കും.